32 വർഷം മുമ്പുള്ള ഒരു അണ്ടർവെയറിൻ്റെ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തെങ്കിലും അത് തള്ളുകയുണ്ടായി. ഞാൻ ആരുടെ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ആന്റണി രാജുവിൻ്റെ കാര്യം. മുൻ ഗതാഗത മന്ത്രിയാണ്, തിരുവനന്തപുരത്തെ ഒരു MLA ആണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഈ തിരിച്ചടി കൊണ്ട് എന്താണ് അദ്ദേഹത്തിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഗുണവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1990 ഈ കേസ് വരുന്നത്. അത് ഏകദേശം 10-30 കൊല്ലം പുറകിലേക്ക് പോകണം കഥ അറിയണമെങ്കിൽ. അന്ന് എനിക്കൊന്നു അത് കഴിഞ്ഞിട്ട് 1991 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആനവാൽ മോതിരം എന്ന് പറയുന്നത്. ശ്രീനിവാസന് സുരേഷ് ഗോപിയുടെ. അതെ, ആ സിനിമയിലൊരു രംഗം നമ്മൾ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ഇപ്പോഴും ഓർത്തു നിൽക്കുന്നുണ്ട്. ആ രംഗം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പൗരൻ, ആ ഇംഗ്ലീഷ് പൗരൻ മയക്കുമരുന്നുമായിട്ട് വരുന്നു, ആൽബർട്ടോ ഫെല്ലിനി. അതെ, അതിലേക്ക് അദ്ദേഹം ജെട്ടിയിലേക്ക് മരുന്ന് വെച്ചിട്ട്, അതായത് മയക്കുമരുന്ന് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പോലീസ് പിടിക്കുന്നു. തൊണ്ടി മുതലായിട്ട് കൊണ്ടുപോകുന്നത് അണ്ടർവെയർ ആണ്. അപ്പോൾ അണ്ടർവെയർ കോടതിയിൽ പോകുന്നു. കോടതിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എവിടെയാണ് അണ്ടർവെയർ എന്ന് ചോദിക്കുമ്പോൾ ആ അണ്ടർവെയർ കാണിച്ചിട്ട് ഇളിവണ്ണം കുറവുള്ളൊരു അണ്ടർവെയർ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും തയ്ച്ച് ജോയിൻ ചെയ്തേക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇത് ഇയാൾക്ക് പാകമല്ല, ഇയാൾ അണ്ടർവെയർ അല്ല ഇത്, അപ്പോൾ അതുകൊണ്ട് ഇയാളെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് കോടതിയിൽ അന്ന് നടത്തിയ കേസാണ്. അത് പിന്നീട് ഇതൊരു യഥാർത്ഥ കഥയാണ് എന്ന് അടുത്തിടയ്ക്കാണ് ഞാൻ സത്യത്തിൽ അറിയുന്നത്. എനിക്ക് അതിനു മുമ്പിട്ട് വരെ അറിയത്തില്ലായിരുന്നു ഈ കേസ്. ഇപ്പോൾ ആന്റണി രാജുവിനെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട്, ഞാൻ ആ സിനിമ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ 1990 നടന്ന ഈ കേസ് ഒരു യാഥാർത്ഥ്യ കേസായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന വക്കീൽ എന്ന് പറയുന്നത്, ജൂനിയർ വക്കീൽ എന്ന് പറയുന്നത് ആന്റണി രാജു ആയിരുന്നു. പിന്നെ ഒരു ക്ലർക്കും ഉണ്ടായിരുന്നു. ഇവർക്കെതിരെയാണ് കേസുള്ളത്. ഇത് കോടതിയിൽ കൊടുത്തിട്ടുള്ള തൊണ്ടി മുതൽ അത് മാറ്റിയിട്ട് മറ്റൊരു തൊണ്ടി മുതൽ വെച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള കേസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം, അതിനുശേഷമാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത്. പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഗതാഗത മന്ത്രിയാകുന്നൊരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് എപ്പോഴും വിജയിക്കുന്ന സിറ്റിംഗ് സീറ്റിൽ വിജയിക്കുന്ന ഒരു മന്ത്രിയായിട്ട് മാറുന്നൊരു സാഹചര്യം, കേരളത്തിലെ അറിയപ്പെടുന്നൊരു നേതാവായിട്ട് മാറുന്നു ആന്റണി രാജു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് അദ്ദേഹം എന്തിനാണ് സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു ഹർജി കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമാണ് അവിടെ മത്സരിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDFിനോടൊപ്പമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുന്നണി നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ 3 വർഷത്തെ തടവാണ് അദ്ദേഹത്തിന് വിധിച്ചത്. അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പിട്ടാണ് ഈ കേസിൻ്റെ ശിക്ഷാവിധി വരുന്നത്. അപ്പോൾ 3 വർഷത്തേക്ക് തടവിന് വിധിക്കുമ്പോൾ പിന്നീട് അയോഗ്യനാകുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ അയോഗ്യത ഇല്ലാതായിരിക്കണം. അയോഗ്യത ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കോടതിയിലേക്ക് ഹർജി കൊടുക്കുന്നത്, സുപ്രീം കോടതിയിലേക്ക് ഹർജി കൊടുക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ അതിൻ്റെ വിധി ഇപ്പോഴാണ് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് വന്നു കഴിഞ്ഞാൽ മത്സരിക്കാനൊരു സാധ്യത ഉണ്ടാകുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരം സെൻട്രലിൽ CPMന് മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ LDF മുന്നണിക്ക് മത്സരിപ്പിക്കാൻ ഒരാളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം. അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയുണ്ടോ എന്ന് ഉറക്കെ വിളിച്ച് CPMന് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. CPMനല്ല, LDFന് മൊത്തത്തിൽ വലിയൊരു നാണക്കേട് LDFിനുണ്ടാക്കിയൊരു വിഷയം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആ രീതിയിൽ ആക്ഷേപിക്കുന്ന, അപ്പം ജെട്ടിക്കള്ളൻ അങ്ങനെ പറഞ്ഞ് വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും അവിടേക്കാണ് പിന്നീട് കരമന സുധീർ എന്ന് പറയുന്ന ആൾ വരുന്നത്. LDFിന് വേണ്ടിയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം ചെറിയ പ്രായത്തിലെ SFIക്കാരനാണ് എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇനി ആ സീറ്റ് CPMൻ്റെ സീറ്റായിട്ട് മാറി. ഇതിനു മുമ്പോട്ട് വരെ ഘടകകക്ഷികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സീറ്റാണ്. അപ്പോൾ ആന്റണി രാജുവിൻ്റെ ആ പാർട്ടിയും അദ്ദേഹം തീർന്നതോടെ ആ പാർട്ടിയും തീർന്നല്ലോ. അപ്പോൾ ഇനി മറ്റൊരു ആൾക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് എന്താണെങ്കിലും CPM ആ സീറ്റ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നൊരു മണ്ഡലമാണ് പത്തനാപുരത്ത് ഗണേഷ് കുമാർ, അതായത് കേരള കോൺഗ്രസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗണേഷ് കുമാർ മാത്രമേ ഉള്ളൂ. നേരത്തെ പത്തനാപുരവും കൊട്ടാരക്കരയും ഒക്കെ കേരള കോൺഗ്രസ് B ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഇന്ന് പാർട്ടിയിൽ ആളുകളുടെ എണ്ണം കൊഴിഞ്ഞ് അവസാനം തലപ്പത്ത് ഒരാൾ മാത്രമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് KB ഗണേഷ് കുമാറാണ്. അപ്പോൾ ഇനി ആ പാർട്ടിയുടെ ഗതി എന്ന് പറയുന്നത്, KB ഗണേഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് പ്രസക്തി ഇല്ലാതാകുന്നൊരു സാഹചര്യം വരും. അതോടെ ആ സീറ്റ് CPM പത്തനാപുരത്ത് അവിടെ മത്സരിക്കാൻ മറ്റാർക്കും, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ കേരള കോൺഗ്രസ് Pക്ക് കൊടുത്തിട്ടുള്ള മുന്നണിയാണല്ലോ. അപ്പോൾ മുന്നണിക്ക് ആ സീറ്റ് കൊടുക്കുമ്പോൾ
LDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഗണേഷ് കുമാർ മത്സരിക്കാൻ കാണില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ആരും ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു പേര് പറയാനില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്, കേരള കോൺഗ്രസ് പിക്ക്. അപ്പോൾ അവിടെയും തോൽക്കുകയാണെങ്കിൽ പിന്നീട് ആ സീറ്റ് CPM ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ CPM ഏറ്റെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ ചില CPMൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് CPMന് എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം അടിയിലൂടെ പണി നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഗണേശനെ ചവിട്ടാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും മെയ് 4 റിസൾട്ട് വരുമ്പോൾ അറിയാൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ആണെങ്കിൽ പോലും അവിടെ ഇപ്രാവശ്യം കപ്പൽ ചിഹ്നത്തിൽ CP ജോൺ ആയിരുന്നു മത്സരിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം കപ്പൽ തൂക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യം കരമന സുധീറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത്. അടുത്ത തവണ അത് CPM ഏറ്റെടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും ആ സീറ്റ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തെ തന്നെ വളരെ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്, ഓർമ്മിക്കാൻ പറ്റിയൊരു കഥയായിട്ട് യഥാർത്ഥത്തിൽ ആന്റണി രാജുവിൻ്റെ കഥ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ രീതിയിൽ നാണം കെട്ട ഒരു നിയമസഭാ സാമാജികൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആന്റണി രാജുവിനെ പറയാം. കാരണം നമ്മുടെ ഈ ട്രിവാൻഡ്രം സെൻട്രൽ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. ആന്റണി രാജുവിനല്ലാതെ പാർട്ടിയിലുള്ള മറ്റാരെങ്കിലും നിർദ്ദേശിക്കാമോ എന്ന്. പക്ഷേ അവിടുന്ന് ഒരു എതിർ ശബ്ദങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതായത് സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഈ അവസാന നിമിഷത്തിലും ഈ ആന്റണി രാജു സ്ഥാനാർത്ഥി ആകും എന്നൊരു ചർച്ചാ വിഷയം നടന്നിരുന്നു. പക്ഷേ 3 വർഷത്തേക്കിന് കോടതി ശിക്ഷ വിധിച്ചതുകൊണ്ട് തന്നെ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സമയത്ത്, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നടന്നൊരു വിഷയമാണ്. എന്നാലും അത് അത്രത്തോളം മോശമാകാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ അത്രത്തോളം ആക്ഷേപം കിട്ടാൻ, നാണക്കേടുണ്ടാക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് അണ്ടർവെയർ ആയതുകൊണ്ടാണ്. അപ്പോൾ കോടതിയിൽ നിന്നും അണ്ടർവെയർ മോഷ്ടിച്ച് അത് തുന്നിക്കെട്ടി ചെറുതാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയ കുറ്റമാണ്. അപ്പോൾ ആ കുറ്റം ചെയ്തുവെങ്കിലും അത് വളരെ പിന്നീട് നിയമസഭാ സാമാജികനാകുന്ന സമയത്ത് പൊതുസമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത് അദ്ദേഹത്തിന് പബ്ലിക്കായി ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുകയായിരുന്നു. അത് സ്വന്തം പോസ്റ്റിലൂടെ അല്ല, തിരുവനന്തപുരം ജില്ലാ CPM കമ്മിറ്റിയുടെ CPMൻ്റെ പേജിലൂടെയാണ് ആ ഒരു വീഡിയോ പുറത്തു വന്നത്. അല്ല, എന്താണെങ്കിലും അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കായിട്ട്, അല്ലെങ്കിൽ ഒരു നാണക്കേടായിട്ട് ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മെയ് 4 ശേഷം അറിയാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്.